ശുചീകരണ തൊഴിലാളിക്കായി അഴുക്കുചാലിലും വയോധികരെ രക്ഷിക്കാൻ കുത്തൊഴുക്കിലും ഇറങ്ങിയ അഗ്നിരക്ഷാസേനയാണ് ഇപ്പോഴത്തെ താരം. ജീവൻ പണയപ്പെടുത്തി മാൻഹോളിലും വെള്ളച്ചാട്ടങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് പക്ഷേ പരിരക്ഷ വട്ടപൂജ്യമാണ്. പ്രത്യേക ഇൻഷുറൻസോ ഡ്രൈ സ്യൂട്ടോ ഇവർക്കില്ല. അതിനു പുറമെ പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് ഇതുവരെ ലഭിച്ചിരുന്ന നികുതി ഇളവും സർക്കാർ ഒഴിവാക്കി. വാഴ്ത്തുപാടലുകൾക്ക് എപ്പോഴും ആയുസ് കുറവാണ്. അഭിനന്ദനങ്ങൾക്കപ്പുറം ആവശ്യങ്ങൾ തിരസ്കരിക്കപ്പെടും. അതിനുദാഹരണമാണ് കേരളത്തിലെ അഗ്നിരക്ഷാസേന. ആമയിടഞ്ചാൻ തോട്ടിൽ ജോയിക്കായി നടത്തിയ സമാനതകളില്ലാത്ത തിരച്ചിലും ചിറ്റൂരിലെ കുത്തൊഴുക്കിൽ ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനവും കേരളം കണ്ടതാണ്. കേരളത്തിൽ അഗ്നിരക്ഷാ അംഗങ്ങൾക്ക് റിസ്ക് അലവൻസായി പ്രതിമാസം ലഭിക്കുന്നത് 200 രൂപയാണ്. ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന സ്കൂബ ടീം അംഗങ്ങൾക്ക് പ്രതിമാസം 700 രൂപയും. മിഡിസപ്പൊഴികെ ആർക്കും പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷയില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ വെള്ളം അകത്ത് കയറാതെയുള്ള ഡ്രൈ ഡേ സ്യൂട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും വെറ്റ് സ്യൂട്ടാണ്. തീർന്നിട്ടില്ല. പോലീസ് സേനയ്ക്ക് ലഭിച്ചിരുന്ന ക്യാൻറ്റീൻ സൗകര്യം നേരത്തെ ഫയർഫോഴ്സിനും കിട്ടിയിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ആ ഇളവും എടുത്തു കളഞ്ഞു. അങ്ങനെ അടിമുടി അവഗണനയാണ് നമ്മുടെ ജീവൻ രക്ഷാസേനയോട് സർക്കാരിന്. കഴിഞ്ഞ 2-3 ദിവസമായി കേരളം വാഴ്ത്തപ്പെടുന്ന അഗ്നിരക്ഷാ അംഗങ്ങൾക്ക് തന്നെയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അവഗണിക്കുന്നത്. വലിയ പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുന്നതിനപ്പുറം ഈ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്നാണ് അവരും ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24.